റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ചെറുപ്പക്കാരനായ സഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ് കുന്തു അൻബുസുൽ ഖുബൂറ മുൻദു സിനീൻ ഇന്നി കുന്തു അൻബുസുൽ ഖുബൂറ മുൻദു സബ്ഇ സിനീൻ. നബിയേ, ഞാൻ ഖബർ മാന്തുന്ന ഒരു വ്യക്തിയായിരുന്നു നബിയേ. ഇന്നി കുന്തു റജുലൻ നബ്ബശാ ഫഅൻബുശുൽ ഖുബൂറ മുൻദു സബ്ഇ സിനീൻ. 7 വർഷമായി ഖബറുകൾ മാന്തിക്കൊണ്ട് ആ ഖബറിനകത്ത് വെക്കപ്പെട്ട മൃതശരീരത്തിൽ നിന്ന് കഫൻ തുണി പറിച്ചെടുത്ത് അത് കച്ചവടം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ എൻ്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മധ്യേ ഹത്താ മാതത് ജാരിയതും മിൻ ബനാത്തിൽ അൻസാർ. അൻസാർ സ്ത്രീകളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ്, അവൾ മരിച്ചപ്പോ ഫനബസ്തു ഖബറഹാ, അവളുടെ മയ്യത്ത് കൊണ്ടുപോയി വെച്ച ഖബർ ഞാൻ ആരോരുമില്ലാത്ത സമയത്ത് ഞാൻ തോണ്ടി നബിയേ. ആ ഖബർ ഞാൻ മാന്തി നബിയേ. ഫഖറജ്തു കഫനഹാ, അവളുടെ ശരീരത്തിൽ പൊതിഞ്ഞ കഫൻ തുണി ഞാൻ പറിച്ചെടുത്തു നബിയേ. ഫമളൈതു ഗൈറ ബഈദ്, സുന്ദരിയായ വെളുത്തു തൊടുത്ത അൻസാരികളിൽപ്പെട്ട ഒരു പൊന്നുമോൾ ആ മയ്യത്ത് ഖബറിൽ കിടക്കുമ്പോ ആ തുണിയുമായി ഞാൻ മെല്ലെ അവിടെ നിന്ന് നീങ്ങുമ്പോ ഇത് ഗലബ അലയ്യ ശൈത്താൻ, പിശാച് എന്നിലേക്ക് കടന്നു വന്നു നബിയേ. എന്റെ ശരീരത്തെ അവളിലേക്ക് ആകർഷിച്ചു നബിയേ. ഫറജഅതു ഇലൈഹാ, ഞാൻ അങ്ങനെ അവളിലേക്ക് മടങ്ങിയിട്ട് ഫജാമഅതുഹാ, അവളുമായി ശാരീരിക ബന്ധം സ്ഥാപിച്ചു നബിയേ. ഞാൻ അവസാനം എൻ്റെ ആ വൃത്തിഹീനമായ പണി കഴിഞ്ഞ് ഫമളൈതു ഗൈറ ബഈദ്, ഞാൻ ആ ഖബറിൽ നിന്ന് മെല്ലെ മുകളിലേക്ക് കയറിയപ്പോ ഇത് ഖാമത്തുൽ ജാരിയ, ആ ഖബറിൽ ആ പെണ്ണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു അശരീരി കേൾക്കുന്നത് പോലെ ഞാൻ കേൾക്കുകയാണ്. വൈലക യാ ശാബ്, വൈലക യാ ശാബ് ഔഖഫ്തനി ജുനുബൻ ബൈന അസാകിരിൽ മൗതാ. എടാധികാരിയായ ചെറുപ്പക്കാരാ, അഹങ്കാരിയായ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഇടയിൽ ഒരു വലിയ ശുദ്ധിക്കാരിയായി എന്നെ നിക്ഷേപിച്ച മോനെ, എന്നെ നിക്ഷേപിച്ച വ്യക്തിയെ, ലാ തസ്തഹി ദയ്യാന മിൻ യൗമിദ്ദീൻ, പടച്ച റബ്ബിനെ നീ ഭയപ്പെടാത്തവനായ ധിക്കാരിയായല്ലോ. അലാ തസ്തഹി, നാളെ റബ്ബിന്റെ കോടതിയെ നീ ലജ്ജിക്കുന്നില്ലേ? നാളെ മർദിതർക്ക് വേണ്ടി അവൻ നീതി വാങ്ങാൻ വേണ്ടി അവന്റെ സിംഹാസനത്തിലിരിക്കുമ്പോ ആ ഒരു രംഗത്തെ നീ ഭയപ്പെടുന്നില്ലേ ചെറുപ്പക്കാരാ? നിനക്ക് നാശം, നിനക്ക് നാശം, നിനക്ക് നാശം എന്നൊരശരീരി ഞാൻ കേട്ടു യാ റസൂലല്ലാഹ്. ഞാൻ ഭയപ്പെട്ടുകൊണ്ട് പശ്ചാത്തപിച്ചു നബിയേ. പക്ഷേ എന്റെ മനസ്സിന് സമാധാനമില്ല ഹബീബേ. ഞാൻ അവിടുത്തെ സദസ്സിൽ വന്നതാണ്, എനിക്ക് മാപ്പുണ്ടോ? ഫഹല്ലി മിൻ തൗബാ, ഫഹല്ലി മിൻ തൗബാ, എനിക്ക് മാപ്പുണ്ടോ നബിയേ? ഫവസബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യദ്ഫഉ ഫീ ഖഫാ. അല്ലാഹുവിന്റെ റസൂൽ ഇത് കേട്ട മാത്രയിൽ സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ്. വളരെ ഗൗരവത്തോടെ അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റ് ആ സഹോദരന്റെ പിടലയിൽ തട്ടിയിട്ട് ഖുറുജു മിന്നീ, ഓ
ഉഖ്റുജു മിന്നീ, ഇറങ്ങിപ്പോകൂ എന്റെ സദസ്സിൽ നിന്ന്, അല്ലാഹുവിന്റെ ശിക്ഷയെങ്ങാനും ഈ സദസ്സിൽ ഇറങ്ങുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, എന്നിൽ നിന്ന് ഇറങ്ങിപ്പോകണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് പറയുമ്പോ ഫഖറജ തായിബാ ഇലൽ ജബലി, മലഞ്ചരവുകളിലേക്ക് പാറമടകളിലേക്ക് ആ ചെറുപ്പക്കാരനായ സഹാബി നിറകണ്ണുകളോടെ നീറുന്ന മനസ്സോടെ പശ്ചാത്താപത്തോടെ 40 ദിവസം മലമുകളിൽ പോയി പശ്ചാത്തപിക്കുകയാണ്. പശ്ചാത്തപിച്ച് പൊട്ടിക്കരയുകയാ നിറകണ്ണുകളോടെ റബ്ബിലേക്ക് തന്റെ പാപം സമർപ്പിക്കുകയാ. ഫലമ്മാ തമ്മലഹു 40 ലൈല, 40 ദിനരാത്രങ്ങൾ ആ പർവ്വതത്തിന്റെ മുകളിൽ പോയി റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ ചെറുപ്പക്കാരൻ 40 ദിവസം കഴിഞ്ഞപ്പോ തന്റെ മുഖത്തെ ആകാശത്തേക്ക് ഉയർത്തുകയാ. ഫഖാല, ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ ഇലാഹ ആദം വ ഹവ്വാ, ആദമിന്റെ നാദാ, ഹവ്വാ ബീവിയുടെ റബ്ബേ, മുഹമ്മദ് നബിയുടെ നാദാ, ഇൻ ഗഫർത ലീ ഫഅലിം മുഹമ്മദൻ വഅസ്ഹാബഹു, ഞാൻ ഈ 40 ദിവസം നിന്നോട് പൊട്ടിക്കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, അത് നീ സ്വീകരിച്ചുവെങ്കിൽ നീ പുറത്തു തന്നുകൊണ്ട് മുഹമ്മദ് നബിയെയും അവിടുത്തെ അനുയായികളെയും നീ അറിയിക്കണേ റബ്ബേ. വഇല്ലാ, ഇനി നീ എനിക്ക് മാപ്പ് നൽകിയിട്ടില്ല എങ്കിൽ ഫഅർസിൽ നാറം മിനസ്സമാ, ആകാശ ലോകത്ത് നിന്ന് നീ തീയിറക്കണേ അല്ലാഹ്. ഫാഹിരിക്നീ, എന്നെ കരിക്കണേ റബ്ബേ, എന്നെ കരിക്കണേ റബ്ബേ. വനജിനി മിൻ അദാബിന്നാർ, നാളെ നരകത്തിന്റെ തീയിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷകളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ ദുനിയാവിൽ എന്നെ നീ നശിപ്പിച്ചാലും ആഖിറത്തിൽ നിന്ദിക്കല്ലേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരനായ സഹാബി 40 ദിവസം റബ്ബിന്റെ കോടതിയിൽ നിറകണ്ണുകളോടെ തന്റെ ആവലാതി ബോധിപ്പിച്ചപ്പോ നസലൽ അമീൻ മലക് ജിബ്രീൽ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്ന് നബി തങ്ങൾക്ക് സലാം ചൊല്ലുകയാണ്. ഹബീബേ, അല്ലാഹു അങ്ങേക്ക് സലാം പറഞ്ഞിരിക്കുന്നു, സലാം അടക്കൂ നബിയേ. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, അല്ലാഹു എന്നോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, അന്ത ഖലഖതൽ ഖൽഖ അം ഖലഖല്ലാഹ്, നബിയെ താങ്കളാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്, അതല്ല അല്ലാഹുവാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്? ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, ബൽ ഖലഖനി വ ഖലഖഹും, അല്ലാഹുവാണ് എന്നെയും ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. വീണ്ടും ജിബ്രീൽ ചോദിക്കുകയാണ്, അന്ത തർസുഖുഹും അം റസഖല്ലാഹ്, നിങ്ങളാണോ അവർക്ക് വിഭവങ്ങൾ നൽകുന്നത്, അതല്ല പടച്ചവനാണോ നൽകുന്നത്? നബി തങ്ങൾ മറുപടി പറഞ്ഞു, അല്ലാഹുവാണ് എനിക്കും ഈ ലോകത്തുള്ളവർക്കും റിസ്ക് നൽകുന്നത്. മൂന്നാമതായി ജിബ്രീൽ ചോദിക്കുന്നു, അന്ത തതൂബു അലൈഹിം ഔ യതൂബുല്ലാഹ്, നബിയേ, കണ്ണുകളോടെ അവിടുത്തെ സദസ്സിലേക്ക് വരുന്നവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നത് അങ്ങാണോ അല്ലാഹുവാണോ? പശ്ചാത്താപം സ്വീകരിക്കുന്നത് അല്ലാഹുവാണോ അങ്ങാണോ? നബിയേ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇല്ല ഇല്ല, അല്ലാഹുവാണ് മാപ്പ് ചെയ്യുന്നത്, അല്ലാഹുവാണ് മാപ്പ് ചെയ്യുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, തുബ് അലാ അബ്ദിൻ
തുബ് അലാ അബ്ദിൻ ഫഇന്നല്ലാഹ താബ അലൈഹി. നബിയേ, ഖബർമാദിയായ ചെറുപ്പക്കാരനായ മനുഷ്യൻ തന്റെ ഖബറിൽ വെച്ച് വൃത്തിഹീനമായ പ്രവൃത്തി ചെയ്തിട്ട് അവിടുത്തെ സദസ്സിലെ സമാധാനത്തിന് വേണ്ടി വന്നപ്പോ ആട്ടിപ്പായിച്ചില്ലേ നബിയേ? ആ ചെറുപ്പക്കാരൻ 40 ദിവസം നിറകണ്ണുകളോടെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു നബിയേ, പുറത്തു കൊടുത്തു നബിയേ. അങ്ങേക്ക് സന്തോഷ വർത്തമാനം അറിയിക്കൂ യാ റസൂലല്ലാഹ്. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, പരിശുദ്ധ റമളാനാണ്. ഈ റമളാനിൽ നമ്മുടെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ റഹ്മത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും മഗ്ഫിറത്തിൽ നിന്നും വിദൂരമാകട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത മാസമാണ്. ഖബർമാദിയായ ചെറുപ്പക്കാരന് പോലും അല്ലാഹു മാപ്പ് ചെയ്തുവെങ്കിൽ ഉടനെ നബി തങ്ങൾ സഹാബത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഏ സഹാബത്തേ, ആ ചെറുപ്പക്കാരൻ അല്ലാഹു മാപ്പ് ചെയ്തു സഹാബത്തേ. വബശറഹു ബിൽ ജന്ന. അല്ലാഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിച്ചിരിക്കുന്നു നബിയെ. സഹാബത്തേ, അദ്ദേഹത്തെ ഇത് അറിയിക്കണേ സഹാബത്തേ, അറിയിക്കണേ സഹാബത്തേ. പാപങ്ങൾ ചെയ്ത നമുക്ക് റബ്ബിന്റെ കോടതിയിൽ പരിഹാരമുണ്ട്, പരിഹാരമുണ്ട്. എത്രത്തോളം വലിയ പാപം ചെയ്താലും പശ്ചാത്തപിക്കണേ, പശ്ചാത്തപിക്കണേ, പശ്ചാത്തപിക്കണേ. ഏതു വലിയ പാപവും മാപ്പാക്കുന്നവൻ അല്ലാഹുവാണ്. പടച്ച തമ്പുരാൻ 70 ഉമ്മമാരെക്കാൾ നമ്മോട് കരുണയുള്ളവനാണ്, കരുണയുള്ളവനാണ്. അതുകൊണ്ട് നിരാശപ്പെടരുതേ, നിരാശപ്പെടരുതേ. ഖുൽ യാ عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا. പാപങ്ങൾ ചെയ്ത് തന്റെ മനസ്സുകൾ തകർന്നു പോയ അടിമകളുണ്ടല്ലോ നബിയേ, അവരോട് പറയണേ, ശങ്കിക്കരുതേ, നിരാശപ്പെടരുതേ, ദുഃഖിക്കരുതേ. ഞാൻ അവരുടെ പാപങ്ങൾ മാപ്പ് ചെയ്യാം, മാപ്പ് ചെയ്യാം. അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു. അതാണ് തൗബത്തൻ നസൂഹ. തൗബത്തൻ നസൂഹ. പരിപൂർണമായി നമ്മുടെ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോ അസാ റബ്ബുക്കും അയ്യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ആരൊരാൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നുവോ അവരുടെ പാപങ്ങൾ അല്ലാഹു മാഫ് ചെയ്യുകയും അവരുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയും സ്വർഗത്തിൽ താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന അരുവികളുള്ള സ്വർഗത്തിന്റെ സോപാനത്തിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. നാളെ മഹ്ശറ മൻസബയിൽ നിന്ദ്യതയും നിസാരതയും നിറഞ്ഞു നിൽക്കുമ്പോ ഈ തൗബ ചെയ്ത വ്യക്തികളെ, പശ്ചാത്തപിച്ച വ്യക്തികളെ അല്ലാഹു നാളെ അവന്റെ നൂറ് കൊണ്ട് അനുഗ്രഹിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി